പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് പ്രോജക്റ്റായി മാറേണ്ടതുണ്ടോ എന്നതാണല്ലോ ചോദ്യം. കിഫ്ബി ഇതുവരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ എത്ര ശതമാനം മൂലധന നിക്ഷേപം നടത്തി? ഒരു താരതമ്യം നമുക്കാവാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന പേരിൽ കിഫ്ബിയുടെ 1999 നിയമത്തിൽ ഭേദഗതി വരുത്തി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ഐസക്കാണ് ബഡ്ജറ്റിനു പുറമെ മൂലധന നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ആലോചിക്കുന്നത്. ആ പദ്ധതി ആലോചിക്കുന്നതാവട്ടെ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ഒരു സാഹചര്യത്തിലാണെന്നാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ഐസക്ക് നൽകിയ വിശദീകരണം. അതിൻ്റെ വരുമാന മാർഗമായി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇന്ധന സെസ് അടക്കമുള്ള കാര്യങ്ങളും ചില പ്രോജക്റ്റുകളിലെ തിരിച്ച് ലഭിക്കുന്ന യൂസർ ഫീകളും മാത്രമാണ്. ഇന്ന് കിഫ്ബിയുടെ മിക്ക പദ്ധതികളിലും യൂസർ ഫീ കൊണ്ടുവരാനൊരു നീക്കം നടത്തുമ്പോൾ നിലവിൽ ഏതൊക്കെ പ്രോജക്റ്റുകളിൽ യൂസർ ഫീ ഈടാക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് പരിശോധിക്കണം. അതിനു മുൻപ് കിഫ്ബി ഇതുവരെ 8.5 വർഷത്തിനു ശേഷം ചെലവഴിച്ച മൊത്തം കണക്ക് നമ്മൾ പരിശോധിച്ചാൽ 87,521.36 കോടി രൂപ മുഴുവൻ ഈ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മൂലധന നിക്ഷേപമായി ചെലവഴിച്ചിട്ടുണ്ട്. ഇതിൽ 20,000 കോടി വിവിധ വികസന പ്രോജക്റ്റുകൾക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നതാണ്. പദ്ധതികൾ 1147 പദ്ധതികളാണ് കിഫ്ബിയുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഉള്ളത്. ഇനി 2016 ശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള അവസാനത്തെ 3 വർഷക്കാലവും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ അവസാനത്തെ 3 വർഷക്കാലവും തമ്മിലൊരു താരതമ്യം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ 3 വർഷം സംസ്ഥാനത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മൂലധന നിക്ഷേപം എന്ന് പറയുന്നത്, മൂലധന ചെലവെന്ന് പറയുന്നത് 16,049 കോടി രൂപയായിരുന്നു. 16,049 crore ആയിരുന്നു. 16,049. ഇനി പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ 3 വർഷത്തെ ഈ മൂലധന ചിലവ് എത്രയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് 59,630 കോടിയാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവസാനത്തെ 3 വർഷം 16,000 കോടിയാകുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ അവസാനത്തെ 3 വർഷം 59,630 കോടി രൂപ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മൂലധന ചിലവായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 17,857 കോടിയും കിഫ്ബിയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ 3 വർഷം ബഡ്ജറ്റിൽ നിന്ന് പ്ലാൻ ഫണ്ട് മുഖേന ചെലവഴിച്ച മൂലധന ചെലവിനേക്കാൾ കൂടുതലാണ് കിഫ്ബി വഴി മാത്രം വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മൂലധന ചെലവായി ഈ പിണറായി സർക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കൂടാതെയാണ് കിഫ്ബിക്ക് പുറമെ ബഡ്ജറ്റിൽ 41,773 കോടി രൂപയും മൂലധന ചെലവായി അവസാനത്തെ 3 വർഷം ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കിഫ്ബിയിൽ ഇത്രയും അധികം റവന്യൂ ജനറേറ്റിംഗ് ആയ ഒരു പ്രോജക്റ്റായി അത് മാറണം എന്ന് സർക്കാർ പറയുന്നത്? നിലവിൽ നോക്കൂ, FRBM ആക്ട് പ്രകാരം കേരളത്തിന് GDPയുടെ 3.5% വരെ വായ്പ എടുക്കാൻ സാധിക്കും. 11 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ മൊത്തം GDP എങ്കിൽ അതിൻ്റെ 3.5%, 3% പിന്നെ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കാരങ്ങൾക്കുള്ള 0.5% കൂടി ചേർത്ത് മൊത്തം GDPയുടെ 3.5% കേരളത്തിന് വായ്പ എടുക്കാൻ സാധിക്കണം. എന്നാൽ അതായത് 10 ലക്ഷം കിട്ടിയാൽ ഏകദേശം 3.5 10 ലക്ഷം കോടി രൂപയാണ് നമുക്ക് സർക്കാരിൻ്റെ GDP എങ്കിൽ, കേരളത്തിൻ്റെ GDP എങ്കിൽ 35,000 കോടി രൂപ കിട്ടണം എന്നുള്ളതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. എന്നാൽ കേരളത്തിലെ GDPയുടെ 3% കിട്ടണമെന്നിരിക്കെ കിഫ്ബിയും പെൻഷൻ ഫണ്ടിൻ്റെയും കൂടി കടം സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ 2022-23 GDPയുടെ 3.5% വായ്പ എടുക്കേണ്ടിയിരുന്ന നമ്മൾക്ക് 2.44% മാത്രമേ മൊത്തം GDPയുടെ വായ്പ എടുക്കാൻ അനുമതി കിട്ടിയുള്ളൂ. 2023-24 മൊത്തം GDPയുടെ 2.9% മാത്രമേ വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയുള്ളൂ. അതായത് മൊത്തം 16,000 കോടിയുടെ നഷ്ടമുണ്ടായി വായ്പ എടുക്കുന്ന കാര്യത്തിൽ എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്ക്. ഇനി കിഫ്ബിയുടെ വിവിധ പ്രോജക്റ്റുകൾ ഇപ്പോൾ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 56 പ്രോജക്റ്റുകളുണ്ട് വിവിധ ഹെഡുകളിലായി. വളരെ വേഗത്തിലൊന്ന് നോക്കിപ്പോയാൽ കൊച്ചി പെട്രോ കെമിക്കൽ പാർക്ക്, ലൈഫ് സയൻസ് പാർക്ക്, കിൻഫ്ര ഭൂമി, വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക്, ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, കെഫോൺ, കൊച്ചി ഇന്നൊവേഷൻ സോൺ, ടെക്നോസിറ്റി ബിൽഡിംഗ്, തിരുവനന്തപുരം ഡിജിറ്റൽ സയൻസ് പാർക്ക്, ചിത്രാഞ്ജലി ഫിലിം സിറ്റി നവീകരണം, KSRTC ബസ് വാങ്ങൽ, ഇൻഡസ്ട്രിയൽ പാർക്ക്, വ്യവസായ ഇടനാഴി, ഗിഫ്റ്റ് സിറ്റി, വഴിവിളക്ക് പദ്ധതി, മുഴുപ്പിലങ്ങാട് ബീച്ച് റിസോർട്ട്, വർക്ക് നിയർ ഹോം പദ്ധതി, ഡിജിറ്റൽ സർവകലാശാല,
ശില്പശാല, ഹോസ്റ്റൽ എന്നിങ്ങനെ വിവിധ ഹെഡുകളിലായി തന്നെ ഇപ്പോൾ കിഫ്ബി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികളുണ്ട്. ഇതുകൂടാതെ ട്രാൻസ്ക്രിപ്റ്റ് ഊർജ്ജ മേഖലയിൽ 17 പദ്ധതികളുണ്ട്. 8 ഫിലിം തിയേറ്റർ കോംപ്ലക്സുകളുണ്ട്. 5 ഇടങ്ങളിൽ മാർക്കറ്റ് നവീകരണം, സർക്കാരിന് കിഫ്ബിക്ക് ഫണ്ട് തിരിച്ചു കിട്ടുന്നതാണ്. അറവുശാല നിർമ്മാണം 9 ഇടങ്ങളിൽ. മൊത്തം 56 പദ്ധതികൾ നിലവിൽ കിഫ്ബി യൂസർ ഫീ ഈടാക്കിയും തിരിച്ചു വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതികളുമായിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. അത് യഥാർത്ഥത്തിലുള്ള കണക്കുമാണ്. പക്ഷേ ഇപ്പോഴും കിഫ്ബി എടുക്കുന്ന പണം സ്വന്തമായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല എന്ന കാരണത്താൽ സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ ഇനിയും കിഫ്ബിയുടെ പദ്ധതികൾ റവന്യൂ ജനറേഷൻ പദ്ധതികളാണെന്ന് കാണിക്കേണ്ടതുണ്ട്. അതാണ് സർക്കാർ ഇപ്പോൾ യൂസർ ഫീ പിരിക്കാൻ കാരണമെന്നാണ് സർക്കാരിൻ്റെ വാദം.